1978 പാട്ടുകളുടെ പുരോഹിതൻ എന്നറിയപ്പെടുന്ന ജോസഫ് പാറാങ്കുഴി അച്ഛൻ യേശുവിൻ്റെ താരാട്ട് പാടി ഉറക്കുന്ന ഒരു താരാട്ട് പാട്ട് എഴുതുന്നു. അത് അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ കൂടിയായ ജസ്റ്റിൻ പനക്കലച്ചനെ ഏൽപ്പിക്കുന്നു. പനക്കലച്ചൻ ഈ സോങ്ങിന് മനോഹരമായ ഒരു സംഗീതം കൊടുത്ത് അന്നത്തെ ഒരു ഫേമസ് മ്യൂസിക് ഡയറക്ടറെ സമീപിക്കുന്നു. അദ്ദേഹം ഈ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ പാട്ട് കൊള്ളില്ലച്ചോ, ഇത് പാടാനൊന്നും കൊള്ളില്ല, അച്ഛൻ ഈ പാട്ടുമായിട്ട് സമയം മെനക്കെടണ്ട, ഇത് ഉപേക്ഷിച്ചേരെ എന്ന് പറയുന്നു. അച്ഛൻ്റെ ഉള്ളിലൊരു പ്രയാസമുണ്ടായിരുന്നെങ്കിലും അന്ന് അച്ഛൻ ആ പാട്ട് ഉപേക്ഷിക്കുന്നു. എന്നാൽ തള്ളപ്പെട്ടതിനെയും കൊള്ളില്ല എന്ന് പറയുന്നതിനെയും ഒക്കെ വീണ്ടെടുത്ത് സ്വന്തമാക്കുന്ന ആ നസ്രായൻ ഈ പാട്ടിനെയും ഉപേക്ഷിച്ചില്ല. 1983 പുറത്തിറങ്ങിയ സ്നേഹപ്രവാഹം എന്ന ഒരു ആൽബത്തിലേക്ക് ഈ താരാട്ട് പാട്ട് സെലക്ട് ചെയ്യപ്പെടുന്നു. ഈ പാട്ട് പാടുവാനായി അന്ന് തിരുവനന്തപുരത്ത് മ്യൂസിക് കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നു. ഹിന്ദു പശ്ചാത്തലത്തിൽപ്പെട്ട ഈ പെൺകുട്ടി ഈ ഗാനത്തിൻ്റെ കോണ്ടക്സ്റ്റ് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് പനക്കലച്ചനോട് ചോദിക്കുന്നു. അച്ഛൻ യേശുവിൻ്റെ ജനനത്തെപ്പറ്റിയും മാതാവിനെ പറ്റിയും ജോസഫിനെ പറ്റിയുമൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് 1 മണിക്കൂർ നേരത്തേക്ക് ആ പെൺകുട്ടി ആരോടും സംസാരിച്ചില്ല. ആ പാട്ടും ധ്യാനിച്ച് ഒരേ ഒരു ഇരിപ്പ്. 1 മണിക്കൂറിന് ശേഷം റെക്കോർഡിങ്ങിനായി സ്റ്റുഡിയോയിലേക്ക്. പൈതലാം യേശുവേ എന്ന ഈ താരാട്ട് പാട്ട് പാടിയ KS ചിത്ര എന്ന ആ 18കാരി ഇന്ന് ലോകമറിയുന്ന ഗായിക. ഏറ്റവും അധികം പോപ്പുലറായ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങുകളിലും ഈ പാട്ട് ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. മറ്റൊരു സോങ്ങിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം. താങ്ക് യു.